പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് എനിക്കെൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടാണ്. ആ അനുഭവം പറയുമ്പോൾ ഒരു പക്ഷേ അതുപോലെ അതിന് സമാനമായ പല അനുഭവങ്ങളും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലുള്ള അനുഭവങ്ങൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാവാതെ നല്ല ഒരു ഹൈറായ ജീവിതം നമുക്കുണ്ടാവാൻ, ആരുടെ മുന്നിൽ പോയി ഒന്ന് കൈനീട്ടേണ്ട അവസ്ഥ വരാതിരിക്കാൻ ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന 25 കാര്യങ്ങൾ. ചുരുക്കിയാനോട്ട് 25 പറഞ്ഞ ഒരുപാട് കാര്യമുണ്ട്. അതിൽ ചുരുക്കി 25 കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഈ 25 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ വലിയ പ്രശ്നമുണ്ടാകും, വലിയൊരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരു ബറക്കത്തില്ലായ്മ ഉണ്ടാകും. ജീവിതത്തിൽ നിന്നും അള്ളാഹു ബറക്കത്ത് എടുത്തു കളയും. ദാരിദ്ര്യം ജീവിതത്തിൽ വരും. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സദാസമയം എല്ലാ ദിവസവും വലിയ ഖൈറും സന്തോഷവും അള്ളാഹുവിൻ്റെ വലിയ സമാധാനവും ഒക്കെ ഉണ്ടാവാൻ 2 സിമ്പിൾ വഴികൾ പറഞ്ഞുതരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന എനിക്കും കേൾക്കും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. 25 കാര്യങ്ങൾ കേൾക്കാം. അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അതോടൊപ്പം തന്നെ 2 കാര്യം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ചെയ്യാൻ പറ്റിയാൽ വലിയ ഖൈറാണ്. നേരെ വീഡിയോയിലേക്ക് പോയാലോ? അള്ളാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ചറബ്ബ് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ മരുമക്കൾ, എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും പ്രയാസ പ്രശ്നങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടുള്ള വലിയ കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു പക്ഷേ അനുഭവിക്കുന്നുണ്ടാവില്ല. എന്നാൽ പണ്ടുള്ള കാലത്തൊക്കെ എല്ലാവരും പറയാറുണ്ട്, ഞാനൊക്കെ ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു, ഞങ്ങളൊക്കെ ദാരിദ്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, പട്ടിണി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, വിഷമം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ പണ്ട് മാത്രമല്ല കേട്ടോ, ഇപ്പോഴും ഉണ്ട് ദാരിദ്ര്യം. പക്ഷെ നമുക്കത് ദാരിദ്ര്യമാണെന്ന് പലപ്പോഴും തോന്നാറില്ല എന്ന് മാത്രം. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ ഈ ഫോണിൽ, നമ്മുടെ ഗൂഗിൾ പേയിൽ ചിലപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടാവും. 1 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. പക്ഷെ നമ്മളൊരു യാത്ര പോകുമ്പോൾ, ഞാൻ പലപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്, നമ്മളൊരു യാത്ര പോകുന്നു, ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ പോവുക, അല്ലെങ്കിൽ ഒരു പെരതാമസത്തിന് പോവുക. അപ്പോൾ നമ്മൾ ആ പെരതാമസക്കാരൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ കല്യാണത്തിൽ നമ്മളൊരു 1000 രൂപ അല്ലെങ്കിൽ ഒരു 2000 രൂപ 5000 രൂപ ഒക്കെ നമ്മൾ എത്രയാണോ പൈസ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ ചുമ്മാ കയ്യിലേക്ക് പൈസ കൊടുക്കുമല്ലോ, അതൊരു ഈ കവറിൽ അല്ലേ, കല്യാണ കവർ എന്ന് പറയൂലേ, ഇത് ഉണ്ടാവും ഇതുപോലത്തെ ഒരു കവർ. ഇതിനെ നമ്മൾ കല്യാണ കവർ എന്ന് പറയും. പിന്നെ പല നാട്ടിലും പല പേരാ പറയുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ 500 അത് 1000 ഒക്കെ നമ്മൾ ഇങ്ങനെ വെച്ച് മടക്കി നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ കവർ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഈ കവർ ഇതിന് ചിലപ്പോൾ 1 രൂപയോ, പണ്ടൊക്കെ 50 പൈസയായിരുന്നു, ഇപ്പോൾ ചിലപ്പോൾ 1 രൂപ അല്ലെങ്കിൽ 2 രൂപ 3 രൂപ ഒക്കെ ആവും, എത്രയാവട്ടെ. അപ്പോൾ 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലുണ്ട്. പക്ഷേ ഈ കവർ വാങ്ങാനുള്ള ചില്ലറ പൈസ എവിടെ ഇല്ല, എൻ്റെ കയ്യിലില്ല. നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു പെട്ടിക്കടയായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇക്കാ ഗൂഗിൾ പേ ഉണ്ടോ? അയ്യോ ഗൂഗിൾ പേ ഇല്ല കേട്ടോ, പൈസ മാത്രമേ വാങ്ങിക്കുള്ളൂ. ഇപ്പം അങ്ങനെയില്ല കേട്ടോ, എല്ലാ കടയിലും ഗൂഗിൾ പേ ഉണ്ടാവും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇത് കൊടുക്കാനില്ല. ഈ ഒരു 3 രൂപ അല്ലെങ്കിൽ 2 രൂപ കൊടുക്കാനില്ല. പക്ഷേ നമ്മുടെ ഫോണിൽ, നമ്മുടെ അക്കൗണ്ടിൽ എത്രയുണ്ട്? 1 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ നമ്മളൊരു അതും ഒരു ദാരിദ്ര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ദാരിദ്ര്യത്തിൽ പെട്ടുപോയി എന്ന് പറയാൻ നമുക്ക് ഇന്നത്തെ കാലത്ത് പറ്റുന്ന ഒരു ഉദാഹരണമാണത്. ചില ആൾക്കാരുണ്ട്, ചില സ്ഥലത്ത് ചിലപ്പോൾ ഹോസ്പിറ്റലിലോ ഒക്കെ ഇപ്പം എല്ലാ സ്ഥലത്തുമായി വരുന്നുണ്ട്. മുമ്പ് എനിക്കൊരു വല്ലാത്തൊരു അനുഭവം ഉണ്ടായത്, ഈ എൻ്റെ വീട്ടിൽ സോഡാ മേക്കർ ഉണ്ട്. സോഡാ മേക്കർ, എൻ്റെ ഫോട്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. പെട്ടി പോലത്തെ സാധനം, അത് ചില്ലുണ്ട്. ആ ചില്ല് തുറക്കുമ്പോൾ അതിനകത്തൊരു കുപ്പി നമ്മളിങ്ങനെ തിരികെ വെക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്യുമ്പോൾ ഗ്യാസ് ഉണ്ടാവും. അത് നമുക്ക് സോഡ പോലെ എടുത്ത് നമുക്ക് നാരങ്ങ വെള്ളത്തിലൊക്കെ കലക്കി കുടിക്കാൻ പറ്റും. സോഡാ മേക്കർ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇപ്പോൾ. അപ്പോൾ ഈ സോഡാ മേക്കർ എൻ്റെ വീട്ടിൽ വാങ്ങിച്ചത് കേടായി. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ എറണാകുളം പാലാരിവട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സോഡാ മേക്കർ നന്നാക്കുന്ന സ്ഥലത്ത്, അതിൻ്റെ കമ്പനിയാണ്, അവിടെ കൊണ്ടുപോയി. വലിയ കാര്യത്തിലേ ഞാൻ അത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞ് വന്നു. എനിക്ക് അന്നത്തെ ഓർമ്മ ഏകദേശം 500-600 രൂപയായി അന്ന് അവിടെ ബില്ലായിട്ട്.
അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ വല്ല കാര്യത്തിൽ ഫോൺ എടുത്തു, ഞാൻ ഗൂഗിൾ പേ ഓണാക്കിയിട്ട് സ്കാനർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെ സ്കാനർ ഇല്ല കേട്ടോ. ഞാൻ കിടുങ്ങിപ്പോയി, കാരണം വലിയൊരു സ്ഥാപനമാണ്, പക്ഷെ അവിടെ സ്കാനർ ഇല്ല. ഇപ്പോൾ വന്നിട്ടുണ്ടാവട്ടെ, ഞാനിപ്പോൾ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ സ്കാനർ ഇല്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസയില്ല, എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ പിന്നെ ഈ 600 രൂപയ്ക്ക് വേണ്ടി ഓടിയ ഓട്ടം. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരാം, എനിക്ക് തിരിച്ചൊരു 600 രൂപ തരുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മനുഷ്യനും തരൂല. ഇപ്പം അങ്ങനെ കൊടുത്തിട്ട് കുടുങ്ങിപ്പോയ പല ആൾക്കാരും ഉണ്ട്. കാരണം ചിലപ്പോൾ പൈസ കൊടുക്കും, എന്നിട്ട് നമ്മൾ പൈസ ഇട്ട് കൊടുക്കാൻ നേരത്ത്, അല്ലെങ്കിൽ അവർ നമുക്ക് ഇട്ട് തരാൻ നേരത്ത് ചിലപ്പോൾ പൈസ കയറില്ല, ചിലപ്പോൾ കയറിയതായിട്ട് അവരെന്തെങ്കിലും നമ്മളെ കാണിക്കും. അങ്ങനെ പല തട്ടിപ്പും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും പൈസ തരുന്നില്ല. എന്നിട്ടോ ഞാൻ പിന്നെ എൻ്റെ പള്ളിയിൽ വന്ന്, എൻ്റെ പള്ളിയിൽ പേഴ്സ് ഇരിപ്പുണ്ട്, അവിടെ നിന്ന് ഞാൻ ഒരു 600 രൂപ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ. അതായത് ഒരു 600 രൂപക്ക് ഞാൻ കിടന്ന് ഓടി. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയും, ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. അപ്പോൾ അതായത് നമുക്ക് ഇതിനകത്ത് പൈസ ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ, ഇത് എൻ്റെ മാത്രമല്ല കേട്ടോ, ഭൂരിഭാഗം ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ദാരിദ്ര്യം പണ്ട് മാത്രമല്ല, ഇപ്പോഴും പല രൂപത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമായ ദാരിദ്ര്യം, ഫഖർ എന്ന് പറയും, ഫഖർ അതുണ്ടാവാറുണ്ട്. നമ്മുടെ മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, എന്താ, അതും ഒരു ഫഖറാണ്. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് മതിയാകുന്നില്ല, അതൊരു ഫഖറാണ്. അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നു, ഇടയിൽ വെച്ച് നമ്മൾ അറിയാതെ പെട്രോൾ തീർന്നു പോയി, കുടുങ്ങിപ്പോയി, അതും ഒരു ഫഖറാണ്. അപ്പം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് സമ്പത്തില്ലായ്മ മാത്രമല്ല, പല രൂപത്തിലും നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുക, സമ്പത്ത് കുറയുക, കുടുംബത്തിൽ പ്രശ്നമുണ്ടാവുക, കച്ചവടത്തിൽ നഷ്ടമുണ്ടാവുക, നമുക്ക് മക്കളെ കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നം, ഇതെല്ലാം എന്താണ്, ഫഖറിൽപ്പെട്ടതാണ്, ദാരിദ്ര്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, മനുഷ്യൻ ഭയപ്പെടുന്ന 2 കാര്യം. ഈ മനുഷ്യൻ ഭയപ്പെടുന്ന 2 കാര്യം, ഒന്നാമത്തേത് ഫഖറാണ്, ദാരിദ്ര്യമാണ്. രണ്ടാമത്തേത് മൗത്താണ്, മരണമാണ്. അല്ലേ? ദാരിദ്ര്യവും മരണവും ഇത് രണ്ടും മനുഷ്യൻ പേടിക്കുന്ന കാര്യമാണ്. ഒരു കാര്യത്തിൽ നിന്നും രക്ഷ കിട്ടൂല, എന്നാൽ ഈ പേടിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും മനുഷ്യന് രക്ഷ കിട്ടും. അതായത് മൗത്ത്, മരണത്തിൽ നിന്നും മനുഷ്യന് രക്ഷ കിട്ടൂല, ഉറപ്പാണ്. എന്നാൽ മനുഷ്യൻ പേടിക്കുന്ന മറ്റൊരു കാര്യമാണ് ഫഖർ, ദാരിദ്ര്യം. ആ ദാരിദ്ര്യത്തിൽ നിന്നും മനുഷ്യന് പരിശ്രമിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. അതായത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ, ചില കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ ദാരിദ്ര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. മഹാനായ ഷർവാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഹാഷിയയിൽ, അതുപോലെ തന്നെ സ്വലാഹുദ്ദീൻ എന്ന കിതാബിലൊക്കെ വന്നിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. 10-50-ലധികം കാര്യങ്ങൾ ദാരിദ്ര്യമുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ഒരവസ്ഥ, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒരു എന്താ പറയുക, ഒരു സന്തോഷമില്ല, അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം പലതാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു 25 കാര്യങ്ങൾ വേഗത്തിൽ ഓടിച്ചു പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ, ഇപ്പോൾ വിശുദ്ധമായ മുഹറം മാസം വിട പറയാൻ ഒരുങ്ങുകയാണ്, സഫർ മാസം നമ്മളിലേക്ക് വരികയാണ്, ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു പുതിയ മാസമാകുന്ന മുഹറം, ആ മുഹറം വിട പറയാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 25 കാര്യം വേഗത്തിൽ ഓടിച്ചു പറയാം. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കൂലേ? ഈ പറയുന്ന ഞാനും ശ്രദ്ധിക്കണം, നമ്മൾ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒന്നാമതായി നമ്മൾ പറയുന്നത് വുദുവെടുത്ത വെള്ളം നമ്മുടെ വസ്ത്രത്തിൻ്റെ കോന്തല കൊണ്ട് തുടച്ചു കളയുക. ഇപ്പോൾ മുണ്ട് ഉടുത്ത ഒരാൾ, അല്ലെങ്കിൽ ചുരിദാർ ഷാളൊക്കെ ഇട്ട ഒരു ഉമ്മ, അല്ലെങ്കിൽ നമ്മൾ ഒരു വസ്ത്രം ധരിച്ചിരിക്കുന്നു, നമ്മളാണെങ്കിലോ വുദു എടുത്തിട്ട് നമ്മുടെ ആ വസ്ത്രം, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ നമ്മുടെ മുഖവും കൈയൊക്കെ തുടച്ചു കളയുക. ചില ആൾക്കാരുണ്ട്, വുദു എടുത്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ മുണ്ട് തന്നെ എടുത്തിട്ട് മുണ്ടിങ്ങനെ ഒരല്പം പൊക്കി പിടിച്ചിട്ട് ആ മുഖവും കൈയൊക്കെ ഒന്ന് തുടച്ചു കളയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ നരകത്തിൽ പോകും അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ എന്താണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ദാരിദ്ര്യം ഉണ്ടല്ലോ, ഫഖർ, അതുണ്ടാവാൻ കാരണമാണ്. പിന്നെ ഉളുവെടുത്ത വെള്ളം തുടക്കാമോ ഇല്ലയോ, അത് മറ്റൊരു ചർച്ച, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ട് എങ്കിൽ നമുക്ക് തുടക്കാം. അത് തന്നെ തുടക്കാതെ തന്നെ വറ്റിപ്പോവലാണ് നല്ലത്. തുടച്ചു എന്ന് വെച്ച് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാണെന്ന് നിൽക്കണ്ട. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്, വുദു എടുത്ത വെള്ളം നമ്മുടെ വസ്ത്രം കൊണ്ട് തന്നെ, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ തുടക്കുക. അതെന്താണ്, അത് നമ്മുടെ ദാരിദ്ര്യം ഉണ്ടാക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, അമിതമായി എപ്പോഴും ഉറക്കം, ആവശ്യത്തിന് ഉറങ്ങണം. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, പനി വന്നു, നമുക്ക് വിശ്രമിക്കണം അല്ലേ, അതല്ലാതെ എപ്പോഴും ഉറക്കം, ചുമ്മാ രാത്രി ഉറക്കം. അതുപോലെ തന്നെ ചിലപ്പോൾ രാത്രി ഉറങ്ങില്ല, പകൽ കിടന്ന് ഒറ്റ ഉറക്കം. രാത്രി എന്താണ്, ഫോണും കണ്ട് ടി വിയും കണ്ടിരിക്കും, എന്നിട്ടോ
പകൽ കിടന്നുറക്കം. അതൊക്കെ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഈ ബറക്കത്ത് നഷ്ടപ്പെടുമ്പോഴാണ് ഫഖർ ഉണ്ടാവുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ നഗ്നനായി കിടന്നുറങ്ങുക. ഒരു നൂൽബന്ധം പോലുമില്ലാതെ ആണാവട്ടെ പെണ്ണാവട്ടെ കിടന്നുറങ്ങുന്നത് ദാരിദ്ര്യമുണ്ടാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ധരിക്കുന്ന, ഇപ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ ഈ ഒരു വസ്ത്രം ഇട്ടല്ല ഉറങ്ങുന്നത്. ഇപ്പോൾ ഇത് കമീസാണ്, ഈ അതുപോലെ തൊപ്പിയും ഷാളും വെച്ചൊന്നും അല്ല ഞാൻ ഉറങ്ങുന്നത്. ഞാനിത് ഒരു മുണ്ടോ ഒരു ബനിയനും ഉടുത്തിട്ടാണ് ഉറങ്ങുന്നത്. നിങ്ങൾ അങ്ങനെയല്ലേ? ഇപ്പം നിങ്ങൾ പർദ്ദ ധരിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ചുരിദാർ ധരിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് സാരി ഉടുത്തവരുണ്ടാകാം, അതുപോലെ തന്നെ ഉപ്പമാർ ഷർട്ടും പാൻറ്റും ഇട്ടവരുണ്ടാവാം, അതുപോലെ തന്നെ ഷർട്ടും മുണ്ടുടുത്തവരുണ്ടാകാം. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അതല്ലല്ലോ, ചുമ്മാ ഒരു നൈസായ ബനിയൻ ഇടും, അല്ലെങ്കിൽ ചിലപ്പോൾ ബനിയൻ ഉണ്ടാവില്ല, മുണ്ട് മാത്രം എടുക്കും. ഉമ്മമാരാണെങ്കിലോ എന്താണ് ഒരു നൈറ്റി ആയിരിക്കും ഇടുക, അല്ലേ, അല്ലെങ്കിൽ ചുരിദാർ. കാരണം എന്താണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വസ്ത്രം ഇറുകി പിടിക്കാൻ പാടില്ലെന്നാണ്. രക്തയോട്ടത്തിന് പ്രശ്നമുണ്ടാകും. എന്ന് വെച്ച് പൂർണ്ണ നഗ്നനായിട്ട് ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങിയാൽ ദാരിദ്ര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഇനി മറ്റൊരു കാര്യമാണ് ഈ വലിയ അശുദ്ധി ഉണ്ടല്ലോ, വലിയ അശുദ്ധിക്കാരൻ, ജനാപത്തുകാരൻ. ആ ജനാപത്തുകാരൻ കുളിക്കാതെ അല്ലെങ്കിൽ ജനാപത്തുകാരി കുളിക്കാതെ ഭക്ഷണം കഴിക്കുക, അതെന്താവും? ദാരിദ്ര്യമുണ്ടാക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന് ശേഷം കുളിച്ചിട്ടാവണം. ഉടൻ തന്നെ കുളിക്കണ്ട, കാരണം ശരീരം വേർതിരിക്കുന്ന സമയമായിരിക്കും. ഉടൻ തന്നെ കുളിച്ചാൽ ശരീരത്തിൽ നീരിറങ്ങും, പല അസുഖങ്ങളുണ്ടാകും. ഒന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് കുളിക്കാം. ആ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. കുളിക്കാതെ ഭക്ഷണം കഴിച്ചാൽ നരകത്തിൽ പോകും എന്നൊന്നും അല്ല പറഞ്ഞത്. അങ്ങനെ കഴിക്കാതിരിക്കലാണ് നല്ലത്, കുളിച്ചിട്ട് കഴിക്കലാണ് നല്ലത്. ഈ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കുന്നതിന് പണ്ടുള്ള കാരണവന്മാർ പറയുന്നത് ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്നാണ്, അല്ലേ? ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം. അപ്പോൾ ഒരിക്കലും ഭക്ഷണം കഴിച്ചിട്ട് ഉടൻ തന്നെ കുളിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക? മക്കളെയൊക്കെ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ ആദ്യം ഭക്ഷണം ഇങ്ങനെ കുറേ തീറ്റിക്കും, എന്നിട്ട് കൊണ്ടേ കുളിപ്പിക്കും. അങ്ങനെ ചെയ്യരുത്. ആദ്യം കുളിപ്പിച്ച് എന്നിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ. കാരണം അവരുടെ ശരീരത്തിന് ആ ഭക്ഷണം പിടിക്കാൻ നമ്മൾ കൊടുക്കുന്നത് എന്തിനാ? നമ്മുടെ മക്കളുടെ ശരീരത്തിൽ പിടിക്കാനല്ലേ, അല്ലേ? അത് ആരോഗ്യമുണ്ടാവാനല്ലേ? ആരോഗ്യം ക്ഷയിച്ചു പോകും എന്ത് ചെയ്താൽ? ഭക്ഷണം കൊടുത്തിട്ട് കുളിപ്പിച്ചാൽ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില ഭക്ഷണങ്ങൾ താഴെ വീണു പോകും, അല്ലേ? 1-2 ചോറൊക്കെ വീണു പോകും. അത് നിസ്സാരമാക്കുക. 1-2 ചോറല്ലേ, അതൊന്നും പ്രശ്നമില്ല. അങ്ങനെ നിസ്സാരമാക്കി ഒരിക്കലും ഭക്ഷണ സാധനം നിസ്സാരമാക്കരുത്. അങ്ങനെ നിസ്സാരമാക്കിയാൽ ദാരിദ്ര്യം, ഫഖർ ഉണ്ടാകും, നമ്മുടെ ബറക്കത്ത് എടുത്തു കളയുമെന്നാണ്. പിന്നെ മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ റൂമിലൊന്നും ചപ്പ് ചവറുകൾ ഇങ്ങനെ കൂട്ടിയിടരുത്. ഇപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇടാം. അതല്ലാതെ പരസ്യമായി ഇങ്ങനെ ഒരു മൂലയിൽ കുറച്ച് വേസ്റ്റ് തുണികൾ അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ് പേപ്പറുകൾ അങ്ങനെ കൂട്ടിയിടുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുക. പിന്നെയോ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ റോട്ടിലേക്ക് മഴക്കാലത്ത് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പല സ്ഥലത്തും ചെളിവെള്ളമൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് പോയി ഇങ്ങനെ കാല് കഴുകുന്ന ഒരു സ്വഭാവമില്ലേ, അത് നല്ലതല്ല. കാരണം നമുക്കറിയില്ല ആ വെള്ളം എവിടെ നിന്ന് ഒഴുകി വന്നു എന്നൊക്കെ. പല അസുഖങ്ങൾ ഉണ്ടാവാൻ കാരണം മിക്ക മനുഷ്യരുടെയും പല അസുഖങ്ങൾ നരമ്പുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വാദം, അതുപോലെ തന്നെ പിത്തം, അങ്ങനെ ഒരുപാട് ആമവാദം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ വെരിക്കോസിൻ്റെ അസുഖം, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഈ കാല് സംബന്ധമായ അല്ലെങ്കിൽ ശരീര സംബന്ധമായ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം ഡോക്ടർമാർ പറയുന്നതിൽ ഒരു കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഈ കാലിൻ്റെ നഖത്തിൻ്റെ ഇടയിലൂടെ അണുക്കൾ പ്രവേശിക്കുന്നതാണ്. എങ്ങനെ പ്രവേശിക്കും? നമ്മൾ ഈ കാണുന്ന ചെളിവെള്ളത്തിലും അതുപോലെ അവിടെ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോയി കാല് കഴുകിയാൽ അവിടെയുള്ള അണുക്കൾ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെളിവെള്ളത്തിൽ കാല് കഴുകാതിരിക്കലാണ് വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ താമസിക്കുമ്പോൾ അവിടെ ഒരുപാട് മാറാല ഉണ്ടാകും. വിരുത്താമ്പൽ എന്ന് പറയും, മാറാല എന്ന് പറയും, എട്ടുകാലി വല എന്ന് പറയും. അത് അടിച്ചു കളയാതെ അതിങ്ങനെ നിൽക്കും. അതെന്താണ്? ബറക്കത്ത് കേടാണ്, ദാരിദ്ര്യമുണ്ടാകും. അതുകൊണ്ട് അത് അടിച്ചു കളയൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയോ മറ്റൊരു കാര്യമാണ് പാത്രങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഭയങ്കര വല്ലപ്പോഴത്തെ കാര്യമെല്ലാം പറയുന്നത്, സ്ഥിരമായി രാത്രി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ കിടന്നുറങ്ങുക. അതൊന്ന് സൂക്ഷിക്കണം കേട്ടോ. ഈ പറയുന്ന എൻ്റെ വീട്ടിലും സൂക്ഷിക്കണേ. കാരണം എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ സഹോദരിമാരും ഒക്കെ ഈ വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ അവരോടും കൂടെയുള്ള ഒരു ഉണർത്തലാണ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാത്രിയിലത്തെ ഭക്ഷണം. ഇപ്പോൾ പകലൊക്കെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം ഏതായാലും നമ്മൾ കഴുകി വെക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ ഒന്ന് ക്ഷീണിച്ചൊക്കെ ആയിരിക്കും. വല്ലപ്പോഴത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്. സ്ഥിരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ പാത്രം ഒന്ന് വെള്ളം ഒഴിച്ചെങ്കിലും ഇടണം. ഇതാണ് സിങ്കിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ആ ഡെസ്കിൽ തന്നെ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. പാത്രം കഴുകി വെക്കലാണ് വേണ്ടത്. കഴുകാതെ പോയാൽ അതെന്ത് ചെയ്യും?
ദാരിദ്ര്യം ഉണ്ടാക്കാൻ കാരണമാണ്. പിന്നെ നമ്മൾ ഈ മുടിയിരുന്ന സമയത്ത് നമ്മുടെ ചീപ്പുണ്ടല്ലോ, ചിലപ്പോൾ ചീപ്പൊക്കെ പൊട്ടിയിട്ടുണ്ടാകും. ആ പൊട്ടിയ ചീപ്പ് വെച്ച് അല്ലെങ്കിൽ പല്ലില്ലാത്ത ചീപ്പ് വെച്ച് ഈരാതിരിക്കലാണ് നല്ലത്. അങ്ങനെ അത് വെച്ച് ഈരിയാലും എന്ത് ചെയ്യും, നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. പിന്നെയോ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കൽ. ചിലപ്പോൾ ഒരുപാട് ദുആ ചെയ്യും, പക്ഷെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യൂല. അതെന്താണ്, ദാരിദ്ര്യമുണ്ടാവാൻ കാരണമാണ്. പിന്നെയോ മറ്റൊരു കാര്യമാണ് ഭയങ്കര പിശുക്ക്. അതായത് വീട്ടിലേക്ക് വാങ്ങേണ്ട സാധനങ്ങളൊന്നും വാങ്ങൂല, ഭയങ്കര പിശുക്കാൻ. എന്തിനാ ഇപ്പോൾ പഞ്ചസാര, എന്തിനാ ഇപ്പോൾ തേയില, ഉണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചില്ല, ചിലപ്പോൾ അത് തീർന്നിട്ടുണ്ടാവും, എന്നാലും അത് വാങ്ങിച്ചു കൊടുക്കൂല. അങ്ങനെ ഭയങ്കര പിശുക്ക് കാണിക്കുക, അത് ദാരിദ്ര്യമുണ്ടാക്കും. അതുപോലെ തന്നെ അമിതമായിട്ട് ചിലവഴിക്കുക, കണ്ടമാനം അങ്ങോട്ട് ചിലവഴിക്കുക, അതും എന്താണ്, ദാരിദ്ര്യമുണ്ടാക്കും. അത് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ സ്ഥിരമായി ചെയ്താൽ നമുക്ക് വലിയ ഒരു അബദ്ധം, സ്ഥിരമായി നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ദാരിദ്ര്യമുണ്ടാകുക. എന്ത്, നമ്മൾ ബാത്റൂമിലേക്ക് കയറുമ്പോൾ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ വലത് കാലുകൊണ്ട് കയറുക ഒരിക്കലും പാടില്ല. ഇടത് കാലുകൊണ്ടായിരിക്കണം കയറേണ്ടത്. ഇടത് കാലുകൊണ്ട് നമ്മൾ കയറുക, വലത് കാലുകൊണ്ട് ഇറങ്ങുക. അങ്ങനെയാണ്. പലരും വലത് കാലുകൊണ്ട് കയറി ഇടത് കാലുകൊണ്ട് ഇറങ്ങും. അങ്ങനെയല്ല, നമ്മൾ ഇടത് കാലുകൊണ്ട് ബാത്റൂമിൽ കയറുക, വലതിനെ മുന്തിച്ചാണ് ബാത്റൂമിൽ നിന്നും ഇറങ്ങേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണമാണ് കേട്ടോ. മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഇന്നത്തെ കാലത്ത് കുറവും, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യും, നമ്മുടെ ഈ നഖം കടിക്കുക, ഇങ്ങനെ പല്ല് കൊണ്ട് നഖം കടിക്കുക. അതെന്താണ്, ദാരിദ്ര്യമുണ്ടാക്കും. അത് ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യമാണ്, 2 വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുക. 2 വിരൽ കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ഇങ്ങനെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കുക, അത് പാടില്ല. ചുരുങ്ങിയത് 3 വിരലെങ്കിലും കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടതെന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയോ എപ്പോഴും ഇങ്ങനെ താടിക്ക് കൈ കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക, അതെന്താണ്, ദാരിദ്ര്യം ഉണ്ടാകും. അങ്ങനെ ചെയ്യാം. ഇതൊക്കെ നമുക്ക് പണ്ടേ വല്ലുപ്പമാരും വല്ലുമ്മമാരൊക്കെ പറഞ്ഞു തരുന്ന കാര്യമാണ്. ഇതൊക്കെ വെറുതെ അവർ പറയുന്നതല്ല, ഇതൊക്കെ കിതാബിലുള്ള കാര്യമാണ്. പിന്നെയോ മറ്റൊരു കാര്യമാണ് കമിഴ്ന്ന് കിടക്കുക, കമന്നടിച്ച് കിടക്കുക. ഇപ്പം നമ്മൾ കിടക്കുന്ന സമയത്ത് നേരെ കിടന്ന് പിന്നെ ഉറക്കത്തിൽ ഇങ്ങനെ കമിഴ്ന്നു പോയി, അതല്ല, ഇത് കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ കമന്നടിച്ച് കിടക്കുക, അതെന്താണ്, ദാരിദ്ര്യമുണ്ടാക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ, പുരുഷന്മാർ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പോയി മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം, അതുണ്ടാവാൻ പാടില്ല. പിന്നെ അളവിലും തൂക്കത്തിലും വഞ്ചന കാണിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ബാത്റൂമിൻ്റെ കക്കൂസിൻ്റെ ഉള്ളിൽ നമ്മൾ കക്കൂസിൽ ഒതു എടുക്കാമോ, ബാത്റൂമിൽ ഒതു എടുക്കാമോ, അറ്റാച്ച്ഡ് ബാത്റൂമിൽ ഒതു എടുക്കാമോ എന്നൊക്കെയുള്ള ചർച്ച മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അങ്ങോട്ട് കിടക്കുന്നില്ല, ചെയ്യാതിരിക്കലാണ് നല്ലത്. ഇപ്പോൾ ഈ കക്കൂസ് ഉണ്ട്, അതായത് ടോയ്ലറ്റ് മാത്രമുള്ള ഒരു സംവിധാനം, അതാണ് കക്കൂസ് എന്ന് പറയുക, ടോയ്ലറ്റ്. അപ്പോൾ അവിടെ പോയി ഒതു എടുക്കുന്നത് എന്താണ്, ദാരിദ്ര്യമുണ്ടാക്കും. അത് സൂക്ഷിക്കുക, പരമാവധി അത് ഉപേക്ഷിക്കലാണ് വേണ്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട് കേട്ടോ, 19ഓളം കാര്യങ്ങളുണ്ട്. നമ്മളതിൽ നിന്നും ചുരുങ്ങിയ ഒരു 25 കാര്യമാണ് നമ്മൾ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്നുള്ള കാവലുണ്ടാകും. മാത്രമല്ല നമ്മളെപ്പോഴും ദുആ ചെയ്യണം. എന്താ ദുആ ചെയ്യേണ്ടത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ഒരു ദിക്ർ, ഈ ഒരു തസ്ബീഹ്, ഇതൊരു വല്ലാത്തൊരു പവറുള്ള വാക്കാണ്. ഈ ഒരു ദുആയാണ്, ഇതൊരു ദിക്റാണ്. ഇത് മുറുകെ പിടിക്കുക. ദാരിദ്ര്യമില്ലാത്ത നല്ലൊരു ജീവിതം നമുക്ക് അല്ലാഹു തആല തരും. എന്താ പറയേണ്ടത്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതോടൊപ്പം തന്നെ സൂറത്തുൽ വാഖിഅ സ്ഥിരമായി മഗ്രിബിന് ശേഷം ഓതുന്നവരാണ് എങ്കിൽ ഇതുപോലുള്ള ദാരിദ്ര്യം, പ്രയാസം, പ്രശ്നങ്ങൾ ഒന്നും നമ്മളെ ബാധിക്കില്ല കേട്ടോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ 25 കാര്യം പ്രത്യേകം സൂക്ഷിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലൊരു ഹാപ്പി ലൈഫ് അല്ലാഹു തആല നമുക്ക് തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കച്ചവടം, എല്ലാത്തിലും അല്ലാഹു തആല ബറക്കത്തും സലാമത്തും റാഹത്തും നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.